നമസ്കാരം. പലനാട് പല രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു മെരി ക്രിസ്മസ് പറയട്ടെ. ഇപ്പോൾ ക്രിസ്മസ് അടുത്തല്ലോ. ഇപ്പോൾ എല്ലാവരും കേക്ക് വാങ്ങലും കേക്ക് കഴിക്കലും കേക്ക് ഉണ്ടാക്കലും ഒക്കെ ആയിരിക്കും എല്ലാവരുടെ വീട്ടിലും. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ വെജിറ്റേറിയൻസാണ്. എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ടോട്ടൽ വെജിറ്റേറിയൻസ് തന്നെയാണ്. അപ്പോൾ അവർ എന്നോട് ചോദിക്കും, അമ്മമ്മ എഗ്ഗില്ലാണ്ടൊരു കേക്ക് ഉണ്ടാക്കി തരുമോ എന്ന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടുപിടിച്ച് എഗ്ലെസ് കേക്ക് കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരട്ടെ, നല്ല സ്വാദായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എഗ്ഗ് അത്യാവശ്യമേ ഇല്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഓവനും ഇല്ല. അപ്പോൾ ഓവനില്ലാണ്ടും എഗ്ലെസ്, ആൽക്കഹോൾ ഫ്രീ, ഓവൻലെസ് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. 1 മണിക്കൂർ മതി. നല്ല കേക്ക്, ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം, പിന്നെ എന്ത് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇട്ടുള്ള കേക്ക് ഉണ്ടാക്കാം, ഏത് കേക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം. അത് നമുക്ക് ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കാം, വേണമെങ്കിൽ വീറ്റ് ഫ്ലോർ കൊണ്ടും ഉണ്ടാക്കാം. പലതും ഞാൻ ട്രൈ ചെയ്തു. ഇന്നിപ്പോൾ ഞാൻ ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കി എല്ലാവർക്കും കാട്ടിത്തരാം. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന്. ഇതെല്ലാമാണ് എഗ്ലെസ് കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. 1 കപ്പ് മൈദ, 1 കപ്പ് പൗഡർഡ് ഷുഗർ, 2 ടേബിൾ സ്പൂൺ വീറ്റ് പൗഡർ, ആട്ടാന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ റവ, കുറച്ച് മൈദ ഞാൻ വെറുതെ വെച്ചേക്കണം, അത് കോട്ടിങ്ങിനുള്ളതാണ്, 2 വലിയ സ്പൂൺ അല്ലെങ്കിൽ ഒരു കുഴുതൽ എന്ന് പറഞ്ഞാൽ തൈര്, അതേപോലെ തന്നെ ഒരു കുഴുതൽ റിഫൈൻഡ് ഓയിൽ, എനി ഓയിൽ, അതിൽ വലിയ സ്പെഷ്യൽ ടേസ്റ്റ് ഇല്ലാത്ത ഓയിൽ, കുറച്ച് പാല്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ഡ് ഇൻ ഓറഞ്ച് ജ്യൂസ്, കുറച്ച് കോക്കോ പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും 2 സ്പൂൺ മിൽക്ക് പൗഡർ, കുറച്ച് ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ. ഇത് മോൾഡാണ്, അത് ഇപ്പം റെഡിയാക്കണം മോൾഡ്. ഇതെല്ലാമാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ആദ്യം തൈരാണ് ഒരു ബൗളിലേക്ക് ചേർക്കണേ. തൈരിൻ്റെ കൂടെ നമ്മൾ വെച്ചേക്കണ ആ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യണം, മിക്സ് ചെയ്യണം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ മതി, അതിന് വലിയ ബീറ്ററൊന്നും വേണ്ട. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കുറച്ചൊരു ഫ്ലഫി ആവും, അധികം ഒന്നും വേണ്ട. ഇതാണ് ബേസ്. അതിലേക്ക് ഞാൻ ബട്ടറും കോക്കോ പൗഡറും ചേർത്തു. ഇനി അത് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം. ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ടൊന്നും ബീറ്റ് ചെയ്യണ്ട, ഒന്ന് മിക്സ് ചെയ്ത് അത് അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നു. ഇനിയിപ്പോൾ ഈ സാധനത്തിലേക്ക് ഞാൻ നമ്മുടെ മൈദയാണ് ചേർക്കണം. മൈദ ആദ്യം ചേർത്തു, അതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ റവയും വീറ്റ് പൗഡറും വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ പിന്നെ ചേർക്കും. റവ ചേർത്തു, പിന്നെ വീറ്റ് ഫ്ലോറും ചേർത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കസ്റ്റർഡ് പൗഡറും മിൽക്ക് പൗഡറും ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർക്കണം. കസ്റ്റർഡ് പൗഡറും മിൽക്ക് പൗഡറും 2 സ്പൂൺ മിൽക്ക് പൗഡറും. ഇനി ഇതുമൊക്കെ ചേർത്ത്. ഇപ്പോൾ ഇതൊക്കെ ഡ്രൈ ആണ്. ഇത് വെറ്റാക്കാൻ ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസ്, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസ്, അതൊന്ന് മിക്സ് ചെയ്തു. ഇനി കുറച്ച് പാലും കൂടി ചേർക്കാം, എന്നാൽ അത് കുറച്ചൊരു ലൂസായിട്ട് വരുള്ളൂ. ലേശം പാൽ, 2 സ്പൂൺ പാൽ ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യുക. ഇനി ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. പൗഡർഡ് ഷുഗറാണ്, 1 കപ്പ് പൗഡർഡ് ഷുഗർ. ആ പൗഡർഡ് ഷുഗറും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു നല്ല കൺസിസ്റ്റൻസിയിലേക്ക് ആക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യും. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് എന്നിട്ടാണ് ഒരു റെഡിയാക്കി വെച്ചേക്കണ ഒരു ബൗളുണ്ട്. ആ ബൗളിൽ ഇതെല്ലാം കൊള്ളുമെങ്കിൽ ആ ബൗളിലേക്ക് തന്നെ ചേർക്കും. അതെല്ലാം എന്ന് വെച്ചാൽ 2 ബൗളിലേക്ക് ആക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിൽ കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടു, 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കും. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പാല് ചേർക്കും. അതൊന്ന് ഫെർമെൻറ്റ് ചെയ്യണ്ടേ, അതിന് ആക്ഷൻ വരാനായിട്ട്. ഇതങ്ങോട്ട് നല്ലോണം ഒരു ഡയറക്ഷനിൽ തന്നെ ഇളക്കിയിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ബാറ്റർ റെഡി. ഇനി ഇത് നമ്മൾ മോൾഡിലേക്ക് നല്ലോണം ആ മോൾഡ് ഓയിൽ ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കിയതാണ്.
ഈ ബാറ്റർ കുറച്ച് അധികം ഉണ്ട്, അപ്പോൾ ഞാൻ വേറൊരു മോൾഡിലേക്കും ചേർക്കും. ഇനി നമ്മൾ ഒരു പ്രീ ഹീറ്റഡ് കടായിയാണ്. കടായി അടുപ്പത്ത് വെച്ച് ഇത്തിരി നല്ലോണം ഹീറ്റ് ചെയ്ത് ഡ്രൈ ആയിട്ട് അതിൽ കുറച്ച് സോൾട്ട് പൗഡർ വിതറും. ആ സോൾട്ട് പൗഡറിൻ്റെ മീതെ നമ്മളൊരു പ്ലേറ്റ് വയ്ക്കും. ആ പ്ലേറ്റിലേക്കാണ് നമ്മുടെ ഈ മോൾഡ് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് ഒരു ടൈറ്റ് ഫിറ്റിംഗ് ലിഡ് കൊണ്ട് അടച്ചു വെച്ചാൽ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ മീഡിയം ഹീറ്റിൽ വെച്ച് ഒരു 30 to 40 മിനിറ്റ്സ് ആ ഹീറ്റിൽ തന്നെ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ നമ്മുടെ കേക്ക് ബേക്ക്ഡായിട്ട് വരും. ഞാനിപ്പോൾ ഈ മോൾഡ് ഫുള്ളാണ് ഇറക്കി വെച്ചു, ഞാൻ അടച്ചു വെച്ചു. ഞാൻ വേറൊരു മോൾഡിലേക്കും ആക്കിയതാണ് ഇത്. ഈ റൗണ്ട് മോൾഡിൽ ഉണ്ടാക്കിയതാണ് ഈ കേക്ക്. ഇതാ നമ്മളൊന്ന് തട്ടിക്കൊടുത്തു വെച്ചാൽ പ്ലേറ്റിൽ വെച്ചിട്ട് അതങ്ങോട്ട് വിട്ടുവരും. ഇതാണ് നമ്മുടെ എഗ്ലെസ് കേക്ക്, ചോക്ലേറ്റ് കേക്ക്.